ഞാൻ പൊതുവെ നമുക്ക് ഈ പരിമിതമായ സമയമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരുപാട് വീടുകളിൽ പോകുന്നില്ല. കാരണം ഒരു വീട്ടിൽ പോയാൽ തൊട്ടടുത്ത വീട്ടിൽ പോയില്ല എന്നുള്ള പരാതി വരുത്തണ്ടല്ലോ. അതുകൊണ്ട് വീടുകൾ പോക്ക് കുറവായിട്ട് ഞാൻ പറഞ്ഞു, വീട്ടിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, എന്നാൽ അവിടെ വന്നൊന്ന് തൊഴുതിട്ട് പൊക്കോളൂ എന്ന് എന്നോട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ നടക്കാമെന്ന് പറഞ്ഞു. പ്രചനാർത്ഥം അല്ല കേട്ടോ, ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. വടക്കന്തറ അമ്പലത്തിൻ്റെ പുറകിൽ മനക്കൽ തൊടിയോ അങ്ങനെ എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങളിങ്ങനെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ എപ്പോഴും പരിചയപ്പെടാനൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവർ വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും ഇതിൽ നിങ്ങൾ ആരെയും കയറ്റി വിടില്ല, കടത്താൻ പറ്റില്ല, നിങ്ങൾ ഇതിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. അപ്പോഴേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇത് നിങ്ങൾക്ക് ഉള്ള സ്ഥലമല്ലല്ലോ, നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ട്. എന്ത് ചെയ്തിട്ടും ആ സ്ത്രീ നമ്മളെ അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, തൽക്കാലം ഇപ്പോൾ നമ്മൾ തിരിച്ച് ഒപ്പത്തിനൊപ്പം നിന്ന് ഒച്ചയെടുക്കലല്ല വേണ്ടത്. ഞാനും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്, ഒന്നാമത് എനിക്കെതിരെ ഒച്ചയെടുത്തുകൊണ്ട് വന്നത് ഒരു സ്ത്രീയാണ്. ഞാനെന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി എന്നെ വല്ല ഭേദ്യം ചെയ്യാൻ വന്ന് ഞാൻ വല്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടുവെന്നായി. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. അത് നിന്ന ശേഷം വല്ലാതെ ഒച്ചയെടുക്കുന്നു. ഇവിടെ ഇവർ വരാൻ പാടില്ല, ഇവിടെ പ്രചരണത്തിന് വരാൻ പാടില്ല. ഇവർ ആ ഒരു അമ്മ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ ഭാര്യയാണ്. ഒരു ആ വീഡിയോ കാണുന്നൊരു ഡാർക്ക് ബ്ലൂ സാരി എടുത്തൊരു അമ്മ. ആ അമ്മ, നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വിളിച്ചത്, ഈ റോഡ് ഇവരുടെ അല്ല, അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ വാ, എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നം വേണ്ട. കാരണം രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ഇത്തരത്തിലല്ല. രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാണ്. നോക്കൂ, പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളും UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലായിടങ്ങളിലും BJP ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം സുഖമായി പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ, അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരുന്ന എന്നെ തടഞ്ഞു നിർത്തി ഒച്ചയെടുത്ത് ഇതിലെ പോകാൻ പാടില്ലെന്ന് പറയുന്നു, വരാൻ പാടില്ലെന്ന് പറയുന്നു. തിരിച്ച് ഞാൻ പറഞ്ഞതുപോലെ തടയാൻ നിന്നാൽ ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകും. കോൺഗ്രസ് പാർട്ടിക്ക്, ഇവിടുത്തെ UDFന് വേണമെങ്കിൽ അവിടുന്ന് അങ്ങറ്റം വരെ പോയി നടന്നിട്ട് തിരിച്ചു വരാനുള്ള സംഘടനാശേഷിയും ശക്തിയും ഒക്കെ ഉണ്ട്, അതില്ലാത്തവരല്ല. പക്ഷെ ഞാനതിനെ അവരുടെ ഒരു വലിയ ധൈര്യമായിട്ട് കാണുന്നില്ല. അവരുടെ ഒരു സങ്കുചിതമായ മനസ്സായിട്ടോ അറിവില്ലായ്മയായിട്ടോ തൽക്കാലം കാണാനായിട്ട് ഉദ്ദേശിക്കുന്നു. രണ്ടായാലും വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് നടന്നത്. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. പഞ്ചസാര എന്നെഴുതിയിട്ട് മധുരമുള്ളത് എന്ന് ബ്രാക്കറ്റ് ഇടേണ്ട കാര്യമില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് 1000 വട്ടം നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പല കാരണങ്ങളാൽ, പല കാര്യങ്ങളാൽ പിണറായി സഖാവിനോട് എനിക്ക് എതിർ അഭിപ്രായമുള്ളതും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ നേതാക്കന്മാർ മാതൃകയാക്കേണ്ട ഒരുപാട് നല്ല ഗുണങ്ങളുള്ള നേതാവാണ് പിണറായി സഖാവ്. ഇപ്പം തന്നെ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാരനായി അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ടവൻ രമേശ് പിഷാരടിയാണ്. എത്രയോ വേദികളിൽ കിട്ടുന്നിടത്തെല്ലാം പിണറായിക്കിട്ട് താങ്ങുന്ന കോൺഗ്രസ്സുകാരനാണ് പിഷാരടി എന്ന് ഞാൻ പറയണ്ടല്ലോ. പിഷാരടിയും സലിംകുമാറുമാണ് നിലവാരമില്ലാതെ കമൻറ്റുകൾ അടിക്കുന്നത്, പ്രത്യേകിച്ച് പിണറായിയെ. എന്നാൽ ധർമ്മജൻ കാര്യം എന്തൊക്കെയാണെങ്കിൽ തന്നെ ഒരു നിലവാരം വിട്ട് അയാൾ കമൻറ്റുകൾ പറയില്ല. സലിംകുമാറിനെയൊക്കെ ഈ തുറന്നുവിട്ട കാളയെ പോലെ, അമ്പലക്കാളയെ പോലെ ഇങ്ങനെ എന്തൊക്കെയോ വാചകങ്ങൾ അടിച്ച് കിടക്കുന്നു. എണീറ്റ് നിൽക്കാൻ വയ്യ. എന്നാലും ആ വലിയ ഉണ്ട കണ്ണു വെച്ചുകൊണ്ട് എന്തൊക്കെയോ ഗോഷ്ഠികളൊക്കെ കാണിച്ച് എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിലൊരാളാണ് പിഷാരടി. കോൺഗ്രസ്സിന് 2 പരസ്യ പ്രചാരകന്മാർ കൂടി സിനിമയിൽ നിന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ബോൾഗാട്ടി ധർമ്മജനും സലിംകുമാറും. ധർമ്മജൻ രാഷ്ട്രീയം പറയുമെങ്കിലും എതിരാളികളെ ഒരിടത്തും ധർമ്മജൻ തേജോവധം ചെയ്യില്ല. പഴയ ലഹരി ഫുൾ തണ്ണിയായിരുന്നല്ലോ. ആ ലഹരി സിരകളിൽ കെട്ടിക്കിടക്കുന്നതിനാലാകണം
സലിംകുമാർ ഒരുപാട് ബ്ലാക്ക് ഹ്യൂമറുകൾ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ മാനസിക അസ്വസ്ഥയുള്ളവരെയൊക്കെ എന്തെല്ലാം വൃത്തികെട്ട വർത്തമാനങ്ങൾ പറഞ്ഞു അയാൾ പറയും. ആരും അത് കേട്ട് ചിരിച്ചില്ലെങ്കിലും സ്വയം ചിരിച്ച് സ്വയം മാർക്കിടുന്ന ഒരുത്തനാണ് സലിംകുമാർ. താനൊരു ഭയങ്കര സംഭവമാണ്, കാണാൻ ആ ലുക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് കുറവ്. മലയാളിക്ക് റോൾ മോഡലാണ് നമ്മുടെ വി ഡി സതീശൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാചകങ്ങൾ അടിക്കുന്നുണ്ട്. വായിക്കൊള്ളാത്ത ഒരുപാട് വാചകങ്ങൾ. നിങ്ങൾ ആലോചിക്കുക, കോൺഗ്രസ്സുകാരെങ്കിലും വി ഡി സതീശൻ അംഗീകരിക്കും. ഇതുപോലെ നുണ പറയുന്ന, കള്ളം പറയുന്ന, ഇന്ന് പറയുന്ന അല്ല നാളെ പറയുന്നത്, ഇങ്ങനെ എന്തും പറയുന്ന അയാളാണെന്ന് മലയാളിക്ക് റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു നേതാവെന്നാണ് ഈ സലിംകുമാർ പറയുന്നത്. ആലപ്പി അഷറഫിനെ പോലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഫാസിലിൻ്റെയൊക്കെ പടങ്ങൾ ചെയ്യുന്ന കബീറിനെ പോലെ ഒരുപാട് കോൺഗ്രസ്സുകാർ മലയാള സിനിമയിലുണ്ട്. സലിംകുമാറിനെ പോലെ ഇവരാരും ചളു അടിക്കാറില്ല എന്ന് മാത്രം. പറയാൻ വന്നത് ഒരു വിഷ്വൽ കണ്ടിട്ട് ഞാൻ പറയാം. നിങ്ങൾ ആദ്യം ആ വിഷ്വൽ കാണും. കണ്ടില്ലേ BJPയുടെ അസഹിഷ്ണുതയുടെ രൂപം? പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണം നടത്തില്ലേ? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? തടയാൻ പാടുണ്ടോ? ആ പിഷാരടിയെ തടഞ്ഞില്ലേ? ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ? BJP മറ്റുള്ളിടത്ത് കാണിക്കുന്നതിന്റെ ഒരു സാമ്പിൾ ഇപ്പോ പാലക്കാട് കാണിച്ചിരിക്കുന്നു. അതാണ് നാം കാണേണ്ടത്. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും വ്യത്യസ്തതയില്ല. ഞങ്ങള് കോൺഗ്രസിനെയും UDFനെയും ശക്തമായി നേരിടുന്നവർ തന്നെയാണ്. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ മര്യാദ പുലർന്നു പോകണം. കണ്ടല്ലോ, ഈ രാഷ്ട്രീയ മാന്യത ഇന്നത്തെ ഏത് നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? നമ്മളോ ചെയ്തില്ല, ആരെങ്കിലും രണ്ട് കൊടുക്കട്ടെ എന്ന് മാത്രമേ വർത്തമാനകാല രാഷ്ട്രീയ നേതാക്കൾ കരുതൂ. അവിടെയാണ് പിണറായി സഖാവ് വ്യത്യസ്തനാവുന്നത്. ഞാനൊരു ചോപ്പനായതിനാൽ പിണറായിയെ സൂചിപ്പിക്കുന്നു എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും എനിക്കതൊരു പ്രശ്നമല്ല. പിണറായിയുടെ പോക്കിനെ പരസ്യമായി വിമർശിച്ചതിനാൽ പാർട്ടി അംഗത്വം പോയ ഒരാളിനെ സുഖിപ്പിച്ചു എന്ന് പറഞ്ഞാലും ഞാനത് കാര്യമാക്കുന്നില്ല. സിനിമാക്കാർക്കും രാഷ്ട്രീയക്കാർക്കും കണ്ടു പഠിക്കാവുന്ന മാതൃകയായി തോന്നി മുഖ്യൻ്റെ രമേഷ് പിഷാരടിയോടുള്ള ഈ നിലപാട്. രാഷ്ട്രീയക്കാരനായ സിനിമാക്കാരൻ സലിംകുമാറിനും ഇത് ബാധകമാണെന്ന് ഞാൻ പറയും. ഈ വീഡിയോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഒന്ന് കാണണം. എന്നിട്ട് അപ്പോഴും മനസ്സ് പറയുകയാണ്, പിണറായിയെ തളയ്ക്ക് വിളിക്കണമെന്ന് തോന്നിയാൽ വിളിച്ചോ, തന്നെയൊക്കെ ആര് വകവയ്ക്കാൻ. നമസ്കാരം. പുതിയ ലക്കം വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അതിശയം തോന്നും. വെറും 16 ലക്ഷം രൂപയ്ക്കാണ്, 76 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ എൻ്റെ ബംഗ്ലാവിലൗദ ഫസ്റ്റ് പ്രിൻ്റ് ആക്കിയത്. 35 ലക്ഷം രൂപയാണ് ഞാൻ സുകുമാരൻ സാറിനോട് ചോദിച്ചത്. പാലായിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായ KM മാണി സാർ സ്വിച്ച് ഓൺ നടത്തുന്ന ചടങ്ങിൽ ഷാർജ സുകുമാരൻ സാറ് തൃശ്ശൂരിൽ നിന്നും ഭാര്യയും മക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഒരു ട്രാവലർ പിടിച്ച് രാവിലെ പാലയിലെത്തി. സ്വിച്ച് ഓൺ കഴിഞ്ഞ് മാണി സാർ പോയതിൻ്റെ പിന്നാലെ ഒരു ചുവന്ന ബാഗിൽ 35 ലക്ഷം രൂപ എന്നെ ഏൽപ്പിച്ച് സുകുമാരൻ സാറ് ട്രാവലറിൽ കയറിപ്പോയി. പിന്നെ പടം കാണാൻ പോലും അദ്ദേഹം തൃശ്ശൂരിലാണ് വന്നത്. അല്ല, ഇതിനിടയ്ക്കൊന്നും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ആ 35 ലക്ഷം രൂപ തന്നിട്ട് പുള്ളി പോയി. ഞാൻ ആസ്വദിച്ച് ഒരു ദിവസം പോലും ചിത്രീകരിച്ച സിനിമയല്ല ബംഗ്ലാവിലൗദ. ഞാൻ താമസിക്കുന്ന ഓശാന മൗണ്ടിലെ കട്ടിലിനടിയിൽ ബാഗിൽ പൂട്ടൊന്നുമില്ലാതെ 35 ലക്ഷം രൂപ ഉറങ്ങുകയാണെന്ന് ഞാനല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. രാവിലെ അന്നത്തെ ചിലവിന് പ്രൊഡക്ഷൻ മാനേജർ ഒരു ലിസ്റ്റ് മാറ്റി വരും. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരെയൊന്നുമില്ല. അദ്ദേഹം അവിടെ പാല മഹാറാണി എന്ന് പറഞ്ഞ ഹോട്ടലിൽ സുഖിച്ച് കിടന്നുറങ്ങി തോന്നുമ്പോൾ സെറ്റ് വരും, തോന്നുമ്പം പോവും. ഒരു പ്രൊഡക്ഷൻ മാനേജറാണ് വരുന്നത്. അദ്ദേഹം പിന്നീട് ഒരു വലിയ നിർമ്മാതാവായി മാറി. ദിലീപിനെ വെച്ച് ചെയ്തൊരു പടത്തിന്, ഞാൻ പേര് പറയുന്നില്ല.
അപ്പോൾ അദ്ദേഹം ഒരു ലിസ്റ്റുമായിട്ട് രാവിലെ വരും. അന്ന് ആ ദിവസം 2.5 ലക്ഷം രൂപയുടെ ചിലവ് സെറ്റിലുണ്ടെങ്കിൽ 5 ലക്ഷത്തിൻ്റെ ലിസ്റ്റ് തരും. ഫസ്റ്റ് കോപ്പി 70 ലക്ഷത്തിന് തീർക്കേണ്ട സിനിമയാണ് ബംഗ്ലാവ് ലൗദ. ദിവസവും 5 ലക്ഷത്തിൻ്റെ ലിസ്റ്റ് തന്നാൽ 30 ദിവസം ചിത്രീകരിക്കാൻ തന്നെ 1.5 കോടി രൂപ വേണം. ഞാൻ അനുഭവിച്ച ടെൻഷൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞൊരു പടം വന്നിരുന്നല്ലോ. ആ സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരിക്കാൻ അതിൻ്റെ സംവിധായകൻ ഒരു 4 ദിവസം ജഗതിയെ വിട്ടുകൊടുക്കാനായിട്ട് എന്നോട് ഫോണിലൂടെ കെഞ്ചി. കർണാടകയിൽ നിന്നാണ് വിളിക്കുന്നത്. കർണാടകയിൽ എവിടെയോ ഒരു കടലിലാണ് സെറ്റിട്ടിരിക്കുന്നത്. കടലിൽ സെറ്റിട്ട ആ കപ്പലൊക്കെ തിര കൊണ്ടുപോയി മോനെ എന്നാണ് അയാളെ ആരും കയറി മോനെ എന്ന് വിളിക്കുക. അങ്ങനെയാണ് നമ്മളെ വീഴ്ത്തണത്. 2 ദിവസം, ഒരു ദിവസം അങ്ങോട്ട് വരാനും ഒരു ദിവസം ഇങ്ങോട്ട് വരാനും, അങ്ങനെ 2 ദിവസം, പിന്നെ 2 ദിവസം ചിത്രീകരിക്കാനും. അങ്ങനെ നീ എനിക്കൊരു 4 ദിവസം വിട്ടു തന്നാൽ എൻ്റെ ഈ പടം തീരുമാനെ. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാൻ ജഗതിയെ വിട്ടുകൊടുത്തു 4 ദിവസത്തേക്ക്. ജഗതി അതിൽ കളിച്ച കളി അതിനേക്കാളും രസമാണ്. ഞാനിങ്ങനെ ആ സംവിധായകനോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഇവിടുത്തുകാരനല്ല എന്നുള്ള രീതിയിൽ പൊട്ടനെ പോലെ ഇരിക്കുകയാണ് ജഗതി. ജഗതി പറഞ്ഞാണ് എന്നെ വിളിപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ വിടാം, 4 ദിവസത്തേക്ക് ഞാൻ ഫ്രീ ആക്കാം എന്ന് പറഞ്ഞപ്പോൾ അമ്പിളിച്ചേട്ടൻ എന്നോട് പറഞ്ഞത്, ദിനേശേ നിൻ്റെ റിസ്കിൽ നീ വിടുന്നു, ഞാൻ നിന്നോട് ഡേറ്റ് ചോദിച്ചിട്ടില്ല. പുള്ളി പറയുക കൂളായിട്ട്. ഞാൻ പറഞ്ഞു അതെന്ത് വർത്താനം ചേട്ടാ, അത് ഞാൻ ചോദിച്ചില്ലല്ലോ നിങ്ങളോട് എന്നെ വിടണമെന്ന്. അവിടെ ക്ലൈമാക്സ് എടുക്കാൻ പറ്റില്ലെങ്കിൽ എടുക്കണ്ട. നിങ്ങളുടെ ആദ്യമായിട്ട് ചെയ്യുന്ന പടമല്ലേ, നിങ്ങളുടെ പടം തീർക്കാൻ നോക്കണമായിരുന്നു. നിങ്ങൾ ആ 4 ദിവസം കൊടുത്തത് നിങ്ങളുടെ റിസ്കിലാണ് എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ 5-ാം ദിവസം എത്താം എന്ന് പറഞ്ഞാണ് ജഗതി പോയെ. അപ്പോൾ ജഗതി പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാനും പോകും എന്നായി നമ്മളെ ഇന്ദ്രൻസ്. അയാൾ വാശി പിടിച്ചു. ജഗതി ഞാനും കോമ്പിനേഷനാണ്, അമ്പിളിച്ചേട്ടൻ പോയാൽ ഞാനും പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതുവരെ എൻ്റെ ഡേറ്റ് ചോദിച്ചിട്ടില്ലല്ലോ, അത് അമ്പിളിച്ചേട്ടൻ പോകണമെങ്കിലല്ലേ ഞാനും പോകേണ്ടിയോ? കൗശലം ആലോചിച്ച് നോക്കൂ. നമ്മൾ മലയാള സിനിമ മുഴുവൻ പാവത്താനെന്ന് കരുതുന്ന ഇന്ദ്രൻസിൻ്റെ കുബുദ്ധി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അയാൾ ഡേറ്റ് ചോദിക്കുന്നില്ല. ജഗതിയെ ഞാൻ വിടൂല എന്നാണ് പുള്ളി കരുതിയത്. ജഗതിയെ വിടുകയാണെങ്കിൽ ഞാനും പോകും, അല്ല എനിക്ക് വേണ്ടി നിങ്ങൾ വിടണ്ട എന്നുള്ളതാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അത്ഭുത ദ്വീപിൻ്റെ സംവിധായകൻ വിടുമ്പോൾ ജഗതിയെ മാത്രം വിട്ടാൽ പോരാ, ഇന്ദ്രൻസിനെ കൂടെ വിടണം എന്നുള്ള കാര്യം മറച്ചു വെച്ചു. അതൊക്കെ ഒരു കളിയാണ്, കാരണം അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അമ്പിളിച്ചിടം വരാണെങ്കിൽ ഞാനും വന്നേക്കാം. അപ്പോൾ അത് സംവിധായകൻ പൂഴ്ത്തി വെച്ചു. വളരെ മാന്യനായ തന്ത്രശാലിയാണ്. ഇതുപോലൊരു പഠിച്ച കള്ളനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ചോദിച്ച് മുഷയുണ്ടായെന്ന് ഇന്ദ്രൻസ് കരുതി എന്നാണ് എൻ്റെ പറഞ്ഞത്. ബുദ്ധിമാനായതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. ജഗതിയെ വിടില്ല, അപ്പം ഞാനും പോകണ്ടല്ലോ എന്നായിരുന്നു ഇന്ദ്രൻസ് ഉറപ്പിച്ചത്. ജഗതിയെ ഞാൻ വിട്ടു, അപ്പോൾ എനിക്ക് പോകണമെന്നായി ഇന്ദ്രൻസ്. അയാളെയും വിട്ടു. 4 ദിവസത്തേക്കാണ് വിട്ടേ. 6 ദിവസം കഴിഞ്ഞിട്ടും മറ്റവൻ ജഗതിയെ വിട്ടില്ല. തീരുന്നില്ല അത്ര. വാക്കും പ്രവൃത്തിയും ചേരാത്ത മാന്യൻ. എന്തു അരുമയോടെ സംസാരിക്കുന്നതല്ലേ ക്യാമറയുടെ ഫ്രണ്ടിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അയാളെ വിളിച്ചു. അപ്പോൾ അവിടെ ഇങ്ങോട്ട്, മോനെ എല്ലാം തകിടം പറഞ്ഞിടാ, 4 ദിവസം കൊണ്ട് ഞാൻ തീർത്ത് വിടാമെന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ ക്ലൈമറ്റൊക്കെ ആകെ പ്രശ്നം. 7 ദിവസമായിട്ടായി, 7-8 ദിവസമായി. ഞാൻ പറഞ്ഞു ഈ കാര്യത്തിന് വേണ്ടി ഇനി ഞാൻ നിങ്ങളെ വിളിക്കില്ല. അതെന്ത് മോനെ? ഞാൻ പറഞ്ഞു ഞാൻ 3.5 വയസ്സ് വരെ ഒരാളെ അച്ഛാന്ന് വിളിച്ചിട്ടുണ്ട്. തന്തയ്ക്ക് പറക്കാത്തവന്മാരുടെ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ജഗതിയുടെ വരവ് നീണ്ടപ്പോൾ ഷെഡ്യൂൾ ബ്രേക്കാക്കാൻ കളിക്കുന്ന എക്സിക്യൂട്ടീവ്, എങ്ങനെയെങ്കിലും പടം തീർക്കാനുള്ളതാണ്, പക്ഷേ എക്സിക്യൂട്ടീവ് പറയാണ് നമുക്ക് ഷെഡ്യൂളാക്കാം. ലാലിനോട് വരെ പോയി പറഞ്ഞു ഷെഡ്യൂളാക്കാൻ പറയാം. ജഗതി വരില്ല കേട്ടോ. ജഗതി 10-15 ദിവസം കഴിയാതെ വരെയൊന്നുമില്ല. വെറുതെ നമ്മളിവിടെ കിടന്ന് കാത്തിരിക്കുന്നതിന് നമുക്ക്, ഞാൻ ഒരു ദിവസം പോലും 1 മണിക്കൂർ പോലും ഷൂട്ടിംഗ് ഇല്ലാതെ നിർത്തിയില്ല. ഞാൻ പെട്ടെന്ന് പാട്ട് പ്ലാൻ ചെയ്ത് പാട്ടെടുത്തു. ഷെഡ്യൂളായിപ്പോയാൽ എൻ്റെ പടം നിന്നു പോകുമെന്ന് ആർക്കറിയില്ലെങ്കിലും എനിക്കറിയാം. കാരണം ലാല് തലമുടിയും വെട്ടി വടിച്ച് താടിയും വടിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് താടി വടിച്ചിരിക്കുന്നത്. ഷെഡ്യൂളായാൽ ലാല് താടിയും തലമുടിയും പൊടിപ്പിച്ച് വേറെ സിനിമയ്ക്ക് പോകും. പിന്നെ ഇതിലേക്കായി താടിയും വടിക്കില്ല, തലയും വടിക്കില്ല, അപ്പോൾ കുളമാവും. എന്തായാലും ബ്രേക്ക് ഇടണം ഷൂട്ടിംഗ് എന്ന് എക്സിക്യൂട്ടീവ് കളിച്ചുകൊണ്ടേയിരുന്നു.
ഞാൻ വകവച്ചില്ല. ഞാൻ വാക്കിന് സ്ഥിരതയില്ലാത്ത സംവിധായകനെയോ വിശ്വാസവഞ്ചന കാണിച്ച ഇന്ദ്രൻസിനെയോ വിളിച്ചേയില്ല, രണ്ടുപേരും വിളിച്ചില്ല. സ്വന്തമായി സെൽഫോൺ ഇല്ലാത്ത ജഗതിയെ ഞാൻ വിളിച്ചു. അവിടുത്തെ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് ജഗതിക്ക് ഒന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അമ്പിളിച്ചേട്ടാ, നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ എൻ്റെ സെറ്റിൽ താങ്കൾ ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ 100 രൂപ പത്രത്തിൽ എഗ്രിമെൻ്റ് എഴുതി തന്നതാണ്. താങ്കൾ എന്നെ വഞ്ചിച്ച് അത്ഭുത ദ്വീപ് ഉണ്ടാക്കാൻ പോയ കാരണത്താൽ നിങ്ങളെ ഞാൻ 6 മാസം ചുരുങ്ങിയത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പറ്റാത്ത കളി ഞാൻ കളിക്കും. എന്നോട് ചോദിക്കാതെയാണ് നിങ്ങൾ മുങ്ങിയത്. അമ്പിളിച്ചേട്ടൻ ഞെട്ടി. ദിനേശേ മോനേടാ, നീ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ല. വാക്കിന് സ്ഥിരതയില്ലാത്തവരുടെ ഞാനും വാക്കിന് സ്ഥിരതയില്ലാതെ പറയുന്നു. നിങ്ങളെ ഞാൻ വിട്ടതല്ല, എന്നോട് ചോദിക്കാതെയാണ് നിങ്ങൾ പോയത്. അപ്പോൾ ശരിക്കും അമ്പിളിച്ചേട്ടൻ വെട്ടിലായി. ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അന്നത്തെ നേതാവ് നമ്മുടെ സിയാദ് കോക്കറാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ അത്ഭുത ദ്വീപ് സംവിധാനം ചെയ്യുന്നവനെ മലയാള സിനിമയ്ക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അവനൊരു പണി കൊടുക്കാനുള്ള കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ കോക്കറൊക്കെ പറഞ്ഞു, നമുക്ക് ദിനേശ പരിഹാരം കാണാം, ഒരു പരാതി എഴുതി ഇങ്ങോട്ട് കൊടുത്തേ. ഫെഫ്കയുടെ തലവൻ സിബി മലയിലാണ്. ഞാൻ സിബി സാറിനെ വിളിച്ചു, ഈ കാര്യം പറഞ്ഞു. അത് ഞാൻ കോക്കറുമായിട്ട് സംസാരിക്കാം എന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. എൻ്റെ ഒരു ലെറ്റർ എറണാകുളത്ത് എത്തിച്ചാൽ മാത്രം മതി. മറ്റവൻ്റെ അത്ഭുത ദ്വീപും എന്ന് തിയേറ്ററിൽ വരണമെന്ന് ഞാൻ തീരുമാനിക്കും. അതാണ് അവസ്ഥ. ഞാൻ ഫോൺ കട്ട് ചെയ്തു അമ്പിളിച്ചേട്ടൻ്റെ. പിറ്റേന്ന് ഓശാന മൗണ്ടിൽ ഓരോ കോട്ടേജാണ്, അതിലൊരു കോട്ടേജിലാണ് ഞാൻ താമസിക്കുന്നത്. പിറ്റേന്ന് ഞാൻ എണീക്കാനുള്ള സമയമായിട്ടില്ല, വെളുപ്പാങ്കലം 3 മണി എന്തോ ആയിട്ടുള്ളൂ. വാതിലിൽ ആരോ ശക്തമായി മുട്ടുന്നു. ഞാൻ എണീറ്റ് ലൈറ്റിട്ട് വാതിൽ തുറന്നു. സുസ്മേരവദനായി അമ്പിളിച്ചേട്ടൻ പെട്ടിയും കിടക്കയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് എൻ്റെ മുമ്പേ. അനിയ, ഞാൻ വന്നു. എൻ്റെ കൂടെ വന്ന ആ നീർക്കോലി ആലുവയിലിറങ്ങി. ആര്? ഇന്ദ്രൻസ്. ഇതിനിടയിൽ ഓണത്തിനിടയിൽ പുട്ടുച്ചടം എന്ന് പറയും പോലെ കർണാടകയിൽ നിന്ന് ജഗതിയോടൊപ്പം ട്രെയിനിൽ കയറിയിട്ട് അയാൾ ആലുവയിലിറങ്ങി. എന്നിട്ട് ജഗതി പറയാം, അവനെ പൈൽസ് കൂടിയത്രേ, ഞാൻ 6 മണിക്ക് റെഡി തന്നെയാ എന്ന് പറഞ്ഞ് അമ്പിളിച്ചേട്ടൻ റൂമിലേക്ക് പോയി. ഇന്ദ്രൻസിനെ തിരക്കണ്ട എന്ന് ഞാൻ ചട്ടം കെട്ടി എല്ലാവരോടും, അസോസിയേറ്റ് ഡയറക്ടറോടും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോടും ഒക്കെ പറഞ്ഞു, അയാളെ വിളിക്കേ വേണ്ട എന്ന്. ഇന്ദ്രൻസിൻ്റെ അളിയൻ ഇന്ദ്രൻസ് ജയനാണ് എൻ്റെ പടത്തിൻ്റെ കോസ്റ്റ്യൂമർ. ജയനോട് മാത്രം ഞാൻ പറഞ്ഞു, ഈ സെറ്റിൽ ആരെന്നെ വലിപ്പിച്ചാലും തൻ്റെ ആളിയൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല കേട്ടോ ജയ, നന്നായി. ഞാൻ എന്ത് പറയാൻ മുതലാളി എന്നായി ജയൻ. ജയനും നിസ്സഹായനാണ്, അയാൾ എന്ത് പറയാൻ. 11ാം ദിവസം ആരും വിളിക്കാതെ ഒരു സന്ധ്യയ്ക്ക് ഞാൻ ലാലിനിയും കൽപ്പനയും വെച്ച് പാട്ടിൻ്റെ ബിറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ എൻ്റെ സെറ്റിലേക്ക് പൊങ്ങി. ഇവരെല്ലാം കൂടി എനിക്ക് സമ്മാനിച്ചതാണ് പ്രമേഹം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഷുഗറിൻ്റെ അസുഖം അല്ലെങ്കിൽ ഹൈ BP ഒക്കെ ഉണ്ടാക്കി തന്നവരാണ് ഇവരെല്ലാം, പ്രത്യേകിച്ച് ഇന്ദ്രൻസ്. 11 ദിവസം കഴിഞ്ഞാണ് വന്നത്. ആലോചിച്ച് നോക്കി. അയാൾ ആലുവയിൽ ഇറങ്ങി വേറെ ഏതോ പടത്തിനൊക്കെ പോകാനുള്ളതിനൊക്കെ പോയിട്ട് അയാൾ, നിങ്ങൾ ആരെങ്കിലും കാണുന്നവർക്ക് തോന്നും ഇയാൾ ഇങ്ങനെയുള്ളവനാണെന്ന്. ആദ്യ സിനിമ ചെയ്യുന്ന എന്നെ അയാൾ പറയില്ലെങ്കിലും ഒരുപാട് പേർക്കറിയാം. അയാൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത് ദിനേശ് സ്ക്രിപ്റ്റ് എഴുതിയ 2 സീരിയലാണ്, അമ്പലക്കര UP സ്കൂളും കുഞ്ഞമ്മയും കൂട്ടുകാരും. അതിലൂടെ കേരളത്തിൽ പ്രശസ്തനായപ്പോൾ തന്നെയാണ് ഇയാളെ എടുത്തുകൊണ്ട് നടക്കാൻ ഒരുപാട് സിനിമാക്കാരെ കിട്ടിയത്. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അയാൾ എൻ്റെ ആദ്യത്തെ സിനിമയിൽ ചതിക്കാമോ? 76 ലക്ഷം രൂപയ്ക്കെടുത്ത സിനിമ എനിക്ക് സമ്മാനിച്ച പ്രമേഹം അടക്കം ടെൻഷനുകളാണെങ്കിൽ, ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം വിഷയത്തിലേക്ക് വരികയാണ്. 76 ലക്ഷം രൂപയ്ക്കെടുത്ത സിനിമയിൽ എനിക്ക് 70 ലക്ഷത്തിനാണ് പറഞ്ഞിരുന്നത്. 6 ലക്ഷം രൂപ ഞാൻ 8 രൂപ പലിശയ്ക്ക് എടുത്ത്, 1 ലക്ഷം രൂപയ്ക്ക് 8000 രൂപ പലിശയ്ക്ക് എടുത്ത് 6 ലക്ഷം രൂപ കടമെടുത്താണ് ആ പടം തീർത്തത്. അത് വേറൊരു കഥ, അത് പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ 76 ലക്ഷം രൂപയ്ക്ക് തീർത്ത ഒരു സിനിമ, ഒറ്റ ഷെഡ്യൂളിൽ തീർത്ത ഒരു സിനിമയിൽ നിന്ന് എനിക്ക് പ്രമേഹവും BPയും കൊളസ്ട്രോളും ഒക്കെ വന്നെങ്കിൽ 150 കോടി രൂപയ്ക്ക് എടുക്കുന്ന പേട്രിയറ്റ് എന്ന സിനിമയുടെ നിർമ്മാതാവായ ആൻഡോ ജോസഫിൻ്റെ
മാനസിക വ്യാപാരം എന്തായിരിക്കും? ഇതിപ്പോൾ ഞാൻ ഓർക്കാൻ കാര്യം, ആൻറ്റയുടെ ഒരു കത്ത് എനിക്കൊരാൾ അയച്ചു തന്നു. 31/3, അതായത് കഴിഞ്ഞ മാർച്ച് 31 ആൻറ്റോ ഈ കത്തെഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാട്രിയറ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഏറ്റവും മികച്ച നിലവാരത്തിലെത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഞങ്ങൾ. എന്നാൽ നനച്ചിരിക്കാതെ സംഭവിച്ച സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചിത്രത്തിൻ്റെ റിലീസ് നേരത്തെ നിശ്ചയിച്ചിരുന്ന ഏപ്രിൽ 22 നിന്നും കുറച്ച് ദിവസങ്ങളിലേക്ക് മാറ്റുക എന്നത് അനിവാര്യമായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ പുതിയ റിലീസ് എന്നാണ് എന്നുള്ളത് നാളെ വൈകിട്ട് 6 മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, ലാലേട്ടൻ എന്നിവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിടും. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. തിയേറ്ററുകാർക്കും കൂടി സ്നേഹാന്വേഷണം പറയാമായിരുന്നു എന്ന്, കാരണം അയാൾ ഷെയർ തരുന്നതിൽ ഒരു 60% തരുന്ന, ഒരാഴ്ച തരുന്ന ഷെയർ 2 ആഴ്ചത്തേക്ക് നീട്ടിത്തരണമെന്ന് പറഞ്ഞ് കൊടുക്കാത്തവന്മാരാണ് ഈ തിയേറ്റർ മുതലാളി നേതാവ്. അവർക്കും കൂടി നന്ദി പറയാമായിരുന്നു എന്നാണ് എനിക്ക് ആൻറ്റയോട് പറയാനുള്ളത്. അതുപോട്ടെ, ഇപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സൈറ്റിലൂടെ പാട്രിയറ്റിൻ്റെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ലോക തൊഴിലാളി ദിനത്തിന് മെയ് 1 പാട്രിയറ്റ് തിയേറ്ററുകളിലെത്തും. ഒരു വലിയ സംഭവമാവാൻ സാധ്യതയുണ്ട്. കാരണം 150 കോടി മുടക്കി എന്നുള്ളത് മാത്രമല്ല, ഇനി ആർക്കെങ്കിലും സാധിക്കുമോ എന്നെനിക്കറിയില്ല. മമ്മൂട്ടി, മോഹൻലാൽ, ബോബൻ കുഞ്ചാക്കോ, നയൻതാര, അങ്ങനെ ഒരു വലിയ ടീമാണല്ലോ ആ സിനിമയിൽ സഹകരിക്കുന്നത്. വലിയ വിജയമാവട്ടെ. എന്നെപ്പോലെ ഷുഗറിൻ്റെ ഒന്നും പ്രോബ്ലം വരാതെ ആൻറ്റോ ജോസഫിനെ പാട്രിയറ്റ് രക്ഷിക്കട്ടെ. സാധാരണഗതിയിൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്കൊരു നിലപാടേ ഉള്ളൂ. നമ്മൾ ഇത്തരം ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരാൾ പ്രതി ചേർക്കപ്പെട്ടാൽ ഞങ്ങളുടെ മെമ്പറാണെങ്കിൽ അദ്ദേഹത്തെ അതിനകത്തൊരു തീർപ്പുണ്ടാകുന്നവരെ മെമ്പർഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ നടപടിക്രമം. അപ്പോൾ ഞാൻ ആയാലും ആ നിർദ്ദേശം ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും കൊടുത്തിട്ടുണ്ട്. അവർ ഓൺലൈനായി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിട്ട് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമ്മളുടെ നിലപാട്. ഡയറക്ടേഴ്സ് യൂണിയനും റൈറ്റേഴ്സ് യൂണിയനും, അദ്ദേഹം 2 യൂണിയനിലും മെമ്പറാണ്. അപ്പോൾ 2 പേർക്ക് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, 2 ജനറൽ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ് നടപടിക്രമം, അത് പാലിക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിലെ ഇതിന്റെ പ്രൊസീജിയർ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് പാസ്സാക്കേണ്ടത്. എന്റെ നിർദ്ദേശത്തെ അംഗീകരിക്കേണ്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അപ്പോൾ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവർ ഓൺലൈനായിട്ട് കൂടും എന്നാണ് എന്നോട് അറിയിച്ചിരിക്കുന്നത്. മാറ്റി നിർത്തണം എന്നുള്ള നിർദ്ദേശം. അതെ, അത് നമ്മൾ ഇതുവരെ അങ്ങനെയാണ് തുടർന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ എല്ലാ കേസിലും അങ്ങനെയാണ് തുടർന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ICC ഇല്ലെങ്കിൽ നമ്മൾ സഹകരിക്കില്ല, അത് പബ്ലിഷ് ചെയ്യണം. പക്ഷെ നിർഭാഗ്യവശാൽ ഇങ്ങനൊരു സംഭവം നടന്നു, അത് ഒരിക്കലും സംഭവിക്കരുതാത്തതായിരുന്നു. അതിനെ ഞങ്ങൾ തികഞ്ഞ ഗൗരവത്തോടുകൂടി കാണുന്നു. അതുകൊണ്ടാണ് ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് ഒട്ടും കാലതാമസമില്ലാതെ കടന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണമാണ്, അത് അറിയട്ടെ. കോടതിയിലുമാണല്ലോ വിഷയം, അത് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ തീരുമാനിക്കാം. എന്തായാലും കോടതി തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങളുടെ നിലപാട് ഇതുതന്നെയായിരിക്കും, അതിനകത്ത് ഒരു മാറ്റമില്ല. മുമ്പ് വന്ന 2 കേസുകളും അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ കോടതി ഇടപെട്ട് റദ്ദാക്കിയതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒരു കമന്റ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിന്റെ ഒരു മെറിറ്റിലേക്ക് കടക്കാനായിട്ട് ഇപ്പൊ നമുക്ക് സാധ്യമല്ലല്ലോ. പക്ഷെ ഇപ്പൊ നമ്മളുടെ മുമ്പിലുള്ളത് ഇപ്പോ നടക്കുന്ന ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്ന നടിയാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ അതേ ഗൗരവത്തോടു കൂടി കണ്ടേ മതിയാവൂ. അതിനകത്ത് യാതൊരുവിധ അപ്പൊ ഞങ്ങളുടെ എല്ലാം അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് മറ്റു പ്രശ്നമാണ്. അതും ഇതുമായിട്ട് ഞങ്ങൾ ഏതായാലും കൂട്ടിക്കലർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെല്ലാം കണ്ടാൽ ഒരു ദിവസം തീരും ശിവനേ. ഈ ശിവനെ എന്ന് വിളിക്കുന്നത് നമ്മളെ സൂരജ് വെഞ്ഞാറമ്മൂടാണല്ലോ. അങ്ങനെ നമ്മളും വിളിച്ചു പോവും ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ. നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന കലാരൂപമായതിനാലാകണം സിനിമാക്കാരിൽ ഭൂരിപക്ഷത്തിൻ്റെയും സ്വഭാവം ഏതാണ്ട് അതുപോലെയാണ്. രഞ്ജിത്ത് ഉള്ളയായപ്പോൾ രഞ്ജിത്തിൻ്റെ വക്കാലത്തെടുത്തത് ഏതോ ഒരു വക്കീലായിരുന്നു. മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ രഞ്ജിത്തിനെ ഹാജരാക്കിയപ്പോൾ വക്കീലില്ലേ എന്ന് മജിസ്ട്രേറ്റ് തന്നെ രഞ്ജിത്തിനോട് ചോദിക്കേണ്ടി വന്നു. കാരണം അവിടെ എത്തിയില്ല വക്കീൽ. അപ്പോൾ ഏതൊക്കെയോ സിനിമകളിൽ ഓടി വരുന്ന
വക്കീലന്മാരെ പോലെ ഒരാൾ ഓടിയെത്തി. ഇനി അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിൽ രഞ്ജിത്ത് നിൽക്കുകയാണ്. വക്കീൽ വന്നിട്ടൊന്നും അയാളുടെ മുഖഭാവം മാറുന്നില്ല. പാവം വക്കീൽ ധൃതിയിൽ ബെല്ലടിച്ച് മജിസ്ട്രേറ്റിൻ്റെ വാതിലിൻ്റെ മുന്നിലേക്ക്, വീട്ടിലേക്ക് കയറാനുള്ള വാതിലിൻ്റെ മുന്നിലേക്ക് കയറുമ്പോൾ ജഗതിയെ പോലെ ഒന്ന് സ്ലിപ്പായി. എനിക്ക് തോന്നുന്നു ഷൂ ചതിച്ചു എന്ന് തോന്നുന്നു, വെപ്രാളത്തിൽ പറ്റിയതാണ്. മജിസ്ട്രേറ്റ് ഇറങ്ങി വന്നു. എന്തൊക്കെയോ വന്ന വക്കീലിനോടും ചോദിച്ചു. ഒരു പേപ്പർ വക്കീലിന് നൽകുകയും ചെയ്തു. അവിടെ തീരേണ്ടതാണ് കാര്യം. പിറ്റേന്നൊരു വാർത്ത വരുന്നു. രഞ്ജിത്തിൻ്റെ പീഡന പരാതിയിൽ വക്കാലത്തെടുത്ത വക്കീൽ സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിലെ അംഗമാണ്, ICCയിലെ അംഗമാണ്. രഞ്ജിത്തിന് വേണ്ടി സ്ത്രീപീഡന കേസിൽ ജാമ്യം എടുക്കാൻ വന്നിരിക്കുന്നത്. കേൾക്കേണ്ട താമസം അമ്മ ജനറൽ സെക്രട്ടറി കുക്കു ചാടിയിറങ്ങി. കുക്കു പരമേശ്വരൻ പറഞ്ഞു അത് ശരിയായ നടപടി അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ ആരെന്ന് നോക്കിയപ്പോഴാണ് സിയാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മുഹമ്മദ് സിയാദ്. സിയാദ് പറഞ്ഞു, രഞ്ജിത്ത് എൻ്റെ കുടുംബ സുഹൃത്ത് ആയതിനാലാണ് ഞാൻ വക്കാലത്ത് ഏറ്റെടുത്തത്. പരാതി വേണ്ട, ഞാൻ ICCയിൽ നിന്നും തലേന്ന് തന്നെ രാജിവെച്ചിരുന്നു. നാളെ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ തലേ ദിവസം തന്നെ രാജിവെച്ചിരുന്നു എന്നാണ് മുഹമ്മദ് സിയാദ് പറയുന്നത്. വേണമെങ്കിൽ സിദ്ദിഖ് ലാലിൻ്റെ പടത്തിൽ പറയും പോലെ ഒരാഴ്ച മുന്നേ വേണമെങ്കിലും രാജിവെക്കാം എന്നാണ് സിയാദിൻ്റെ പക്ഷം. പ്രശ്നം അവിടെയും തീർന്നില്ല. രഞ്ജിത്തിൻ്റെ വക്കാലത്ത് കുടുംബ സുഹൃത്തായി ഏറ്റെടുത്ത വക്കീൽ സിയാദ് അതും വിടുതലയിൽ നടത്തി, രാജിവെച്ചു. അതിൽ നിന്നും രാജിവെച്ചു. വിവാദമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് രഞ്ജിത്തിൻ്റെ വക്കാലത്തും ഒഴിഞ്ഞു. എന്താണ് പ്രശ്നം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. മാക്ടയുടെ, ഫെഫ്കയുടെ, അമ്മയുടെ അടക്കം എനിക്കെതിരെ ക്രിമിനലായും സിവിലായും B ഉണ്ണികൃഷ്ണൻ കൊടുത്ത കേസടക്കം സിനിമാക്കാർക്കായി വാദിക്കുന്ന വക്കീലാണ് മുഹമ്മദ് സിയാദ്. അപ്പം മനസ്സിലായില്ലേ ICCയിൽ സിയാദ് വക്കീലിനെ കയറ്റിയത് ആരാണെന്ന്, രഞ്ജിത്തിൻ്റെ വക്കാലത്ത് എടുപ്പിച്ചത് ആരാണെന്നും നിങ്ങൾക്ക് ആലോചിച്ചാൽ പിടി കിട്ടും. സത്യത്തിൽ ക്യാമറയുടെ മുന്നിലല്ല ശരിയായ അഭിനയം, ക്യാമറയ്ക്ക് പിന്നിലാണ്. എൻ്റെ നല്ല പരിചിതനാണ് സിയാദ്. ഉണ്ണികൃഷ്ണന് വേണ്ടി സിയാദ് എന്താ പറയുക, ഒരു വലിയ ഇൻഡാസ് എനിക്ക് അയച്ചു. അത് കണ്ട ഉടൻ ഞാൻ മുഹമ്മദ് സിയാദിനെ വിളിച്ചു. എന്ത് പണിയാണ് വക്കീലെ നിങ്ങൾ എന്നോട് കാണിച്ചത് എന്ന് ചോദിച്ചു. ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ നല്ല പരിചയക്കാരനാണ് മുഹമ്മദ് സിയാദ്. അത് കാര്യമാക്കണ്ട ചേട്ടാ, ഉണ്ണിച്ചേട്ടൻ ആകെ വിഷമത്തില്ല, ചേട്ടൻ സ്ഥിരമായി കളിയാക്കുന്നത്, അതാ പ്രശ്നം. ഞാൻ പറഞ്ഞു, സിയാദെ ഞാൻ ഉണ്ണികൃഷ്ണനെ കളിയാക്കുകയല്ലല്ലോ, ഫെഫ്ക ജനറൽ സെക്രട്ടറി എന്നോട് കാണിച്ച മോശത്തരത്തെ അല്ലേ ഞാൻ കളിയാക്കിയത്. എനിക്ക് ഉണ്ണികൃഷ്ണനോട് എന്ത് പക? എനിക്കൊരു പകയില്ല, ഇപ്പോഴും ഇല്ല. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്നോട് കാണിച്ച ചെറ്റത്തരത്തിനെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞ് പരിഹരിക്കാം എന്ന് ഉറപ്പ് തന്നിട്ട് സിയാദ് ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ, സിവിൽ കേസാണ് കൊടുത്തിരുന്നത്, ക്രിമിനൽ കേസിലും കൂടി ഉണ്ണികൃഷ്ണന് വേണ്ടി എന്നെ പ്രതിയാക്കി. അപ്പോൾ മനസ്സിലായില്ലേ സിയാദ് ആളും മിടുക്കനാണ്. പിന്നെ ഞാൻ സിയാദിനെ വിളിച്ചിട്ടേ ഇല്ല. ഇപ്പം രഞ്ജിത്തിന് വേണ്ടി കോടതിയിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായിട്ട് വിവാദമായപ്പോൾ ICCന്ന് രാജിവെച്ചു. പിറ്റേ ദിവസം രഞ്ജിത്തിൻ്റെ വക്കാലത്ത് ഒഴിഞ്ഞു. ഏത് കളിയും കളിക്കും എന്നുള്ളതാണ് രസം. അടുത്ത കഥ, കൊതിക്കെറിവ് പറയുകയാണ്, ഉണ്ണികൃഷ്ണനോടുള്ള വിരോധം കൊണ്ട് പറയുകയാണ്, സിനിമയിൽ രക്ഷപ്പെടാത്തതിനാൽ ആ നിരാശ കൊണ്ട് പറയുകയാണ് എന്നൊന്നും ആരും ധരിക്കരുത്. അങ്ങനെ ആരെങ്കിലും ധരിച്ചാലും ഉണ്ണി അങ്ങനെ ധരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയും ഉണ്ണിയുമായിട്ട് ഗാഢമായ, ഉണ്ണികൃഷ്ണനുമായിട്ട് അത്രയും ഗാഢമായ ബന്ധം എനിക്കുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിട്ട് നാളൊരുപാടായി സിനിമയിൽ. ആ മാടമ്പിയൊക്കെ ചെയ്തപ്പോൾ നല്ല ജനത്തിന് വലിയ ഇഷ്ടമായിരുന്നു ഉണ്ണികൃഷ്ണനെ. എല്ലാവരെയും പ്രീതിപ്പെടുത്തി, എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ കയറി. ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഒരിക്കലും സാധ്യമല്ല. ഏത് തീരുമാനത്തിലും ഒരു പക്ഷം വിമർശനം നടത്തും, പ്രത്യേകിച്ച് സിനിമയിൽ.
ഫെഫ്ക നേതാവായ ശേഷം ഉണ്ണികൃഷ്ണൻ എത്ര സിനിമകൾ ചെയ്തു? അതിൽ എത്ര എണ്ണം മുടക്കുമുതലെങ്കിലും തിരിച്ചു പിടിച്ചുവെന്ന് ഉണ്ണിക്കല്ലാതെ മറ്റാർക്കും അറിയാനിടയില്ല, അറിയാൻ താല്പര്യവുമില്ല. ജനപ്രിയ നായകന്മാരുടെ ഡേറ്റുകൾ യഥേഷ്ടം നേടാനാവും ഉണ്ണിയുടെ ഇടപെടലും ഫെഫ്കയുടെ നേതാവും എന്ന നിലയിൽ. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറഞ്ഞ കണക്ക് ആ ഡേറ്റുകൾ കിട്ടുമ്പോൾ ഉണ്ണി അത് നന്നായി വിൽക്കാൻ പഠിക്കണമായിരുന്നു. ഒന്ന് ഫ്രീ ആകാൻ പറ്റുന്ന തരത്തിലല്ല ഉണ്ണിയുടെ ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. വർക്കിംഗ് സെക്രട്ടറിയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ണി ഇടപെടാതെ എന്ത് ട്രേഡ് യൂണിയൻ? തലച്ചോറ് ഫ്രീ അല്ലാത്ത ഒരാൾക്ക് സൃഷ്ടിപരമായ പണിയൊന്നും വിജയിപ്പിക്കാനാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറിയായി MA ബേബിയും ഗോവിന്ദ മാഷിനെയും പ്രതിഷ്ഠിച്ചാലും പിണറായി അറിയാതെ എന്ത് തീരുമാനം എന്ന് പറയും പോലെയാണ് ഉണ്ണിയുടെ അവസ്ഥ. അപ്പോൾ മോഹൻലാലിൻ്റെയോ നിവിൻ പോളിയുടെയോ കച്ചവടം നടക്കുന്ന ഡേറ്റ് കിട്ടിയാൽ ആ ഡേറ്റ് വെച്ച് മിടുക്കനായ ഒരാളെ വെച്ച് സിനിമ പിടിച്ച് കോടികൾ കൊയ്യാൻ നോക്കണം. അല്ല, അത് ഞാൻ തന്നെ സംവിധാനിക്കണം എന്നാണെങ്കിൽ ആയിക്കോ, എഴുതാനെങ്കിലും ഒരാളെ വയ്ക്കണം ചുരുങ്ങിയ പക്ഷം എന്നാണ് എൻ്റെ പക്ഷം. ഇതൊക്കെ ഇപ്പോൾ ചിന്തിച്ചു പോയത് സർവമായയിലൂടെ നല്ല പേരുണ്ടാക്കിയ നിവിൻ പോളിയെ വെച്ച് പ്രതിച്ഛായ എന്നൊരു സിനിമ ഇപ്പോൾ പിടിച്ച് തിയേറ്ററിൽ വന്നല്ലോ. അത് പൊളിച്ചടുക്കിയ ഉണ്ണിയെ പൊക്കാൻ സുഹൃത്തായ ഷാജി കൈലാസിനെ കൊണ്ട് നടത്തിയ പ്രൊമോഷൻ എഴുത്ത് വായിച്ചപ്പോഴാണ്. ഷാജി കൈലാസ് മാത്രമല്ല, ഇപ്പോൾ സിബി മലയിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ അത് കണ്ടില്ല. ഷാജി കൈലാസ് എന്ന ഹിറ്റ് മേക്കർ വീണു പോയത് എവിടെയാണ്? ഇടിവെട്ട് തിരക്കഥകൾ എഴുതിയിരുന്ന രഞ്ജി പണിക്കരും രഞ്ജിത്തും സംവിധായകരായി മാറിയതാണ് ഷാജിക്ക് പറ്റിയ ദോഷം. അവർ രണ്ടും വീണത് എവിടെയാണ്? മലയാള സിനിമ മാറിയത് അറിയാത്തിടത്ത്. രഞ്ജിത്തായാലും രഞ്ജി പണിക്കരായാലും വീണത് അവിടെയാണ്. മലയാള സിനിമ മാറി എന്നുള്ളത് അവരറിഞ്ഞില്ല. ഇപ്പോൾ ഏകലവ്യനും കമ്മീഷണറും ആറാം തമ്പരാനും എടുത്താൽ ഓടില്ല. തല്ലുകൊള്ളി പോലീസുകാരനെ ലുലു മാളിലിട്ട് പിള്ളേർ തല്ലുന്ന അല്ലെങ്കിൽ ഞോടുന്ന കാലമാണിപ്പോൾ. ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസുകാരൻ ഗുണ്ടകളെ പോലെ കയ്യിൽ സ്റ്റീൽ വളയൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരാളിനെ കൈ കിട്ടിയാൽ ആ വള ഊരിയിടിക്കുക. മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ പോലും പുല്ല് വക വയ്ക്കാത്ത ഒരുത്തൻ ഏതോ ഒരു ചെറുപ്പക്കാരനെ സ്റ്റേഷനിലിട്ട് അടിച്ചു. നിങ്ങൾ വായിച്ചു കാണും, ഞാൻ മറക്കാത്തതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇവനെ അതൊരു പെണ്ണുമ്പിള്ളയും കൊണ്ട് ലുലു മാളിൽ ചെന്നപ്പോൾ ഈ അടി കൊണ്ട പയ്യനും വേറെ 2-3 കൂട്ടുകാരോടൊക്കെയായിരുന്നു. അവന്മാർ 3-4 ചേർന്ന് ഈഞ്ച തല്ലും പോലെ അവനെ തല്ലി. ആരെ? സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥനായി സർക്കാരിൽ ഡ്യൂട്ടി ചെയ്യുന്ന മഹാനെ തല്ലി. അതാണ് ഇപ്പോഴത്തെ കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സിനിമയൊക്കെ എടുക്കാൻ ഇനി പോയാൽ ഇതിനും അപ്പുറം എടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അത് സെൻസർ ബോർഡ് സമ്മതിക്കുകയില്ല. കാലം മാറിപ്പോയി, സിനിമ മാറിപ്പോയി. ഗുണ്ടുകാട് സാബു വരെ മാറി ചിന്തിക്കുന്ന കാലമാണ്. ഈ മാറ്റം അറിയാത്തവർ വീഴും. ഈ അടുത്ത കാലത്ത് ഗുണ്ടുകാട് സാബുവിനെ ഞാൻ കണ്ടിരുന്നു, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ സിനിമയിലേക്ക് ശ്രദ്ധ മാറ്റുകയാണ് എന്ന് കരുതി പഴയ പണി ഞാൻ പൂർണ്ണമായി വിട്ടു എന്നല്ല. അത് ഞങ്ങളുടെ ഈ ഒരു ഇമേജ് വന്നവർക്ക് ഒരിക്കലും പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നും അയാൾ തുറന്നു പറഞ്ഞു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനം BD സതീശൻ വായിച്ച് തീരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിക്ക് പോലും ചികിത്സ കൊടുക്കാത്തവന്മാരാ എന്ന് അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്ന അല്ലെങ്കിൽ കമൻ്റ് എഴുതുന്ന കാലമാണ്. സതീശൻ പറഞ്ഞു തീർന്നില്ല. ഫേസ്ബുക്കിൽ അത് പറഞ്ഞു തരും. അതായത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ പാവങ്ങൾക്ക് 25 ലക്ഷം രൂപ ഒരാളിന് കേരളത്തിൽ വേഷം കൊടുത്തു. മെഡിക്കൽ ഇൻഷുറൻസ്, സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ട് താഴെ ഒന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പം തന്നെ എഴുതിയിരിക്കുക, ഞാൻ സമയം നോക്കി. അതിലെഴുതിയിരിക്കുകയാണ്, ഉമ്മൻചാണ്ടിക്ക് പോലും ചികിത്സ കൊടുക്കാത്തവന്മാരാ. ഇത്രയേ ഉള്ളൂ, എല്ലാം അതിലടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള കാലമാണ്. ഈ മാറ്റം പല സിനിമാക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. 27 കോടി ചെലവിട്ടെടുത്തു എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ്റെ പ്രതിച്ഛായ ഒരിടത്തും എത്തിയില്ല. പകുതി പണം ഉണ്ണിയാണ് മുടക്കിയിരിക്കുന്നത് അത്രേ.
ഗൾഫ് റൈറ്റ് ഒഴികെ ഒരു ബിസിനസ്സും ഈ പടത്തിൻ്റെ നടന്നിട്ടില്ല. പടം ആദ്യ ദിവസം തന്നെ വീണു തിയേറ്ററിൽ. അപ്പോഴാണ് എൻ്റെ സുഹൃത്തായ ഉണ്ണികൃഷ്ണനെ ഒന്ന് പ്രൊമോട്ട് ചെയ്തളയാമെന്നും പറഞ്ഞ് ഷാജി കൈലാസിൻ്റെ വരവ്. മെഡിക്കൽ റെപ്പിനെ പോലെ ബാഗം തൂക്കി ഉണ്ണി വന്നതും ആദ്യമായിട്ട് ഷാജിയെ കാണാൻ വന്നത് പറയുകയാണ്, തനിക്ക് ശിവം പോലെ ടൈഗർ പോലെയുള്ള ഇടിവെട്ട് തിരക്കഥകൾ എഴുതി തന്നതും ജലമർമ്മരം കണ്ടിട്ട് ആദ്യം വിളിച്ച സിനിമാക്കാരൻ താനായിരുന്നു എന്നും ആ സൗഹൃദം വളർന്നതും അയാളുടെ പേനയിൽ വെടിമരുന്നായിരുന്നു എന്നും വാക്കുകൾ കൊണ്ട് ഏത് സദസ്സിനെയും കീഴടക്കാൻ ഉണ്ണിക്ക് അറിയാമെന്നും സിനിമകളിലും ഉണ്ണിക്ക് ആ മാജിക് നന്നായി അറിയാമെന്നും പൊളിറ്റിക്കൽ ത്രില്ലറാണ് പ്രതിച്ഛായ എന്നുമൊക്കെ പ്രൊമോഷന് വേണ്ടി ഷാജി കൈലാസ് വച്ച് താങ്ങിയിരിക്കുന്നു. ആപത്ത് കാലത്ത് സഹായിക്കുന്നവൻ അവൻ തന്നെയാണ് യഥാർത്ഥ സുഹൃത്ത്. ജഗതി ഏതോ പടത്തിൽ പറഞ്ഞ പോലെ, ഷാജി കൈലാസേ സോപ്പ് ഇട്ടോ, കൂടുതൽ പതപ്പിക്കണ്ട എന്ന് മാത്രമേ എനിക്ക് ഷാജിയോട് പറയാനുള്ളൂ. കൗശലക്കാരനും പൊട്ടം കളിക്കാനും നല്ല രാഷ്ട്രീയ കളി കളിക്കാനും ഒക്കെ അറിയാവുന്ന തന്ത്രജ്ഞൻ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി. കരുണാകരനെയും AK ആൻ്റണിയെയും താഴെ ഇറക്കിയ ബുദ്ധി കേന്ദ്രവും ഉമ്മൻചാണ്ടി തന്നെയാണ്. പക്ഷേ ജനത്തെ സ്വാധീനിക്കാനുള്ള എല്ലാ അടവും പഠിച്ച ആളായിരുന്നു സ്നേഹത്തോടെ എല്ലാവരും OC എന്ന് വിളിച്ചിരുന്ന ഉമ്മൻചാണ്ടി. ആർക്കും OC ഒരു അപ്രാപ്യനായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ പ്രധാന കഥാപാത്രമാക്കി ഒരു സിനിമ പടയ്ക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ച് വേണം കഥ ഉണ്ടാക്കേണ്ടിയിരുന്നത്. അപ്പൻ തെമ്മാടിയാണെന്ന് മകൻ തന്നെ പറയുന്നതും അപ്പൻ വെള്ളമടിക്കാരനും ഒക്കെയായി ചിത്രീകരിക്കുകയും ഞങ്ങൾ മനസ്സിൽ പോലും OCയെ അല്ല ചിന്തിച്ചത് എന്ന നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞാൽ ഇവിടുത്തെ പ്രേക്ഷകർ വിഡ്ഢികളല്ലല്ലോ ഉണ്ണികൃഷ്ണ. അറിയാത്ത പണിക്ക് പോകണ്ടായിരുന്നു. പോയി വീണു 7 നിലയിൽ നിന്ന്. ഉമ്മൻചാണ്ടിയുടെ പ്രേതമൊന്നും ആവാഹിച്ചില്ലെങ്കിലും ബാലചന്ദ്രമേനോൻ മനോഹരമായി ചെയ്ത സിനിമയായി മാത്രം പ്രതിച്ഛായയെ കാണാം. ഉണ്ണിക്കൊരു ചുരുങ്ങിയതൊരു 10 കോടി രൂപയെങ്കിലും സ്വാഹ. അതാണ് പ്രതിച്ഛായ. അതിനെ ഇനി ഷാജി കൈലാസ് അല്ല, സിബിമലയിലല്ല, അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ മലയാള സിനിമയിലുള്ള മുഴുവൻ പേരും പ്രൊമോട്ട് ചെയ്യാൻ പോയാലും. അടുത്ത കഥ. തെരഞ്ഞെടുപ്പ് ആയതിനാലാകണം നമ്മുടെ വാരഫലത്തിലും സിനിമാക്കാരുടെ രാഷ്ട്രീയമാണ് ഈ ആഴ്ച അധികവും പറയേണ്ടി വരുന്നത്. ഒരു കുറ്റി ഗ്യാസ് ഈ സംസ്ഥാനത്തിന് ശരിയാക്കി തരാനുള്ള ത്രാണിയില്ലാത്ത, ജോലിയില്ലാത്ത വകുപ്പ് സഹമന്ത്രിയാണല്ലോ നമ്മുടെ സുരേഷ് ഗോപി. അദ്ദേഹം ഹൈക്കോടതിയിൽ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് നല്ലൊരു പ്രഹരം കിട്ടി. മാപ്രകൾ അധികം പ്രചാരം അതിന് നൽകിയില്ല. നമ്മുടെ കോവിയണ്ണനല്ലേ എന്ന് സമാധാനിച്ചു എന്ന് തോന്നും. അത് കൊടുത്തില്ല. വേറെ ഈ നിയോജക മണ്ഡലങ്ങളിൽ കറങ്ങി അതിൻ്റെ പൈങ്കിളി കഥകൾ എഴുതാനാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം. മതചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോവിയണ്ണൻ തൃശ്ശൂരിൽ പ്രചാരണം നടത്തിയതെന്നും ആ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും സകലമാന തെളിവുകളുമായി AS ബിനോയ് എന്ന ആളാണ് ഹൈക്കോടതിയിൽ ചെന്നത്. ഈ കേസ് നിലനിൽക്കില്ല, അത് വെറും കള്ളക്കേസാണെന്നും പറഞ്ഞ് ഉപഹർജിയുമായി സുരേഷ് ഗോപിയും പോയി കോടതിയിലേക്ക്. സുരേഷ് ഗോപിയുടെ ആ ഹർജി ആദ്യമേ തള്ളി കോടതി. തിരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന ഹർജി നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. വിചാരണ സുരേഷ് ഗോപി നേരിടണമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉറപ്പിച്ച് പറഞ്ഞു. ഹർജി തള്ളണം, ഇതൊന്നും നിലനിൽക്കില്ല എന്ന് സുരേഷ് ഗോപി ഉപഹർജിയിലൂടെ ഒരുപാട് വാദിച്ചു നോക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു, മതവികാരങ്ങൾ ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണ് എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ഈ ഹർജി നിയമപരമായി നിലനിൽക്കുമെന്നാണ് കോടതി കണ്ടെത്തിയത്. കൗസർ ഇടപ്പകത്ത് എന്ന ന്യായാധിപനാണ് വിധി പറഞ്ഞത്. തെളിവുകൾ ചിത്രങ്ങളായും വീഡിയോയായും നൽകുമ്പോൾ ഇപ്പോൾ ജഡ്ജി പണി എളുപ്പമാവും എന്നുള്ളത് എനിക്ക് തോന്നണേ. കാരണം വീഡിയോയും ചിത്രങ്ങളും നോക്കിയാൽ മതിയല്ല.
വിശദമായ വാദം കേൾക്കണമെന്നാണ് കൗസർ ഇടപ്പകത്ത് പറഞ്ഞത് അല്ലെങ്കിൽ വിധിച്ചത്. അപ്പോൾ സുരേഷ് ഗോപി പറയണം അതിനെന്താ, കോടതിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഞാൻ പോകുമെന്ന് വേലയില്ലാ മന്ത്രി അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തോൽക്കാൻ തയ്യാറല്ല. വീട് കത്തുമ്പോൾ വാഴ വെട്ടുന്ന ചിലരുണ്ട്. വീട് കത്തിക്കൊണ്ടിരിക്കുക, എല്ലാവരും ശ്രദ്ധ വാഴയിലേക്കായി വീടിലേക്കാവുമ്പോൾ വാഴ വെട്ടുന്ന ചില വേന്ദ്രന്മാരുണ്ട്. അതിലൊരാളെ പെട്ടെന്ന് പറയാൻ എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ സത്യസന്ധതയില്ലാത്ത പുളുവടിക്കുന്ന ആലപ്പി അഷ്റഫിനെ എനിക്ക് ഓർമ്മ വരും. ശരിയോ തെറ്റോ എന്തുമാവട്ടെ, ഒരാൾ നനച്ചിരിക്കാത്ത നേരത്ത് വീഴുമ്പോൾ അയാളുടെ മുതുകത്ത് കയറിയിരുന്ന് തേർവാഴ്ച നടത്തി അതിൽ സുഖം കണ്ടെത്തുന്ന ആളാണ് അഷ്റഫ്. ഉദാഹരണത്തിന് അഷ്റഫ് തൂക്കാൻ വിധിച്ച ഒരു നടൻ ഇവിടെ ഉണ്ടല്ലോ, ദിലീപിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരു സിനിമ ചെയ്യാനായി 2 കഥകൾ അഷ്റഫ് ദിലീപിനോട് പറഞ്ഞു. കഥയിൽ മാറ്റങ്ങൾ പറഞ്ഞ് ദിലീപ് അതിനെ നീട്ടി. ആ വൈരാഗ്യം അയാളൊരു കേസിൽ കുരുങ്ങിയപ്പോൾ എത്ര സമർത്ഥമായാണ് അഷ്റഫ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ആ വിഷയത്തെപ്പറ്റി പറയാൻ യോഗ്യനായിരിക്കണം ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്ന ആൾ. എത്ര ക്രൂരമായി ചാനൽ ചർച്ചകളിൽ ദിലീപിനെ ഇദ്ദേഹം അലക്കി. എന്നിട്ട് ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി വിധിച്ചപ്പോൾ ഞാൻ ഇനി ദിലീപിനൊപ്പം എന്ന ലെവലിലായി പിന്നത്തെ വർത്തമാനം. ആരെങ്കിലും പറയും, ആലോചിക്ക്, ഇന്നലെ വരെ ഞാൻ തള്ളക്കി വിളിച്ചത് അവസാനിപ്പിച്ചു, ഇന്നു മുതൽ ഞാൻ ദിലീപിൻ്റെ ആളായി. ഇപ്പോഴിതാ രഞ്ജിത്ത് അകത്തായപ്പോൾ രഞ്ജിത്തിനെ അലക്കാനായി ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഉപയോഗിക്കുന്നു അഷ്റഫ്. രഞ്ജിത്ത് തിരക്കഥ എഴുതിയ 6-ാം തമ്പുരാനിൽ മനോഹരമായൊരു വേഷമായിരുന്നല്ലോ ഒടുവിലിന്, മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ട്. അത് അദ്ദേഹം നന്നായി ചെയ്യുകയും ചെയ്തു. ആ സെറ്റിൽ വൈകുന്നേരത്തെന്തോ ഉള്ള ഷൂട്ടിംഗ് പാക്കപ്പ് ആയതിനു ശേഷമുള്ള വെള്ളമടി നേരത്ത് എന്തോ മോശമായി ഒടുവിൽ കമൻ്റ് അടിക്കുകയും രഞ്ജിത്ത് ഒടുവിലിൻ്റെ കവിളത്ത് ഒരൊറ്റ അടി വെച്ചു കൊടുക്കുകയും ചെയ്തത്രേ. അത് നടന്നതായിരിക്കാം. വൈകുന്നേരങ്ങളിൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ആഘോഷ കമ്മിറ്റികൾ കൂടാറുണ്ട്. അങ്ങനെ ആഘോഷ കമ്മിറ്റികൾ കൂടി പരസ്പരം വഴക്കിട്ട് പിണങ്ങിപ്പോയ പലരെയും എനിക്കറിയാം, എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ. ഞാനിക്കാര്യം 6-ാം തമ്പുരാൻ്റെ നിർമ്മാതാവ് സുരേഷ് കുമാറിനോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അവൻ പറയുന്നതിന് ആരെങ്കിലും വില വയ്ക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അവനെന്ന് പറഞ്ഞാൽ അഷ്റഫ് പറയുന്നതിന് ആരെങ്കിലും വില വയ്ക്കുമോ ദിനേശേ എന്നാണ് ചോദിച്ചത്. സുരേഷ് കുമാറിൻ്റെ സെറ്റിൽ രഞ്ജിത്തല്ല ദൈവം തമ്പുരാൻ പോലും വേലത്തരം കാണിക്കില്ല, കാണിച്ചാൽ വിവരം അറിയും. മോഹൻലാൽ നായകനായ സെറ്റിൽ ഒടുവിലിനെ പോലെ ഒരു സാധുവിനെ തല്ലാൻ ആരും മുതിരില്ല. തല്ലിയെങ്കിൽ തക്കതായ കാരണം കാണും എന്നാണ് എൻ്റെ പക്ഷം. ഇനി അഥവാ തല്ലുന്നത് ആലപ്പി അഷ്റഫ് കണ്ടെങ്കിൽ താൻ എന്താ തടയാത്തേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തടഞ്ഞാൽ തരാമെന്നേറ്റ വേഷം പോയാലോ എന്ന് കരുതി കാണും. ആണാണേൽ ആ തല്ല് തടയണമായിരുന്നു. രഞ്ജിത്തെ, നിങ്ങൾ ചെയ്തത് മോശമായി പോയി എന്ന് അന്ന് പറയണമായിരുന്നു. അതിൻ്റെ പേരിൽ വേഷം പോയാൽ പുല്ലേ മാത്രം എന്ന് പറയണമായിരുന്നു. പകരം രഞ്ജിത്ത് ഒരു ആപത്തിൽ പെടുമ്പോഴല്ല എരിവ് കയറ്റാൻ ഇത്തരം ഡയലോഗുകൾ അടിക്കേണ്ടത്. ചിലർ വെള്ളം അടിച്ചാൽ കച്ചടയാകും, കൂതറയാകും. അങ്ങനെയുള്ളവർ പരസ്യമായി കമ്പനി കൂടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയും. ഒടുവിൽ അത്തരം ഒരാളായിരുന്നു. വഴിയേ പോണ വയ്യാവേലി കോണി വെച്ച് പിടിക്കുമായിരുന്നു ഉണ്ണിയേട്ടൻ. നമ്മുടെ പ്രതാപചന്ദ്രൻ, എനിക്കങ്ങ് ഡൽഹിയിലും പിടിയുണ്ടാ CBI എന്ന് പറഞ്ഞില്ലേ, ആ പ്രതാപചന്ദ്രൻ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിലും അദ്ദേഹത്തിന് ഒരു മുറി നൽകില്ലായിരുന്നു. കെട്ടിറങ്ങിയാൽ ഇതുപോലെ മാന്യനായൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുമില്ല. പ്രതാപേട്ടൻ ആഴ്ച ഫിറ്റായി കൂതറായി നിന്ന് എന്തെല്ലാം ചെയ്യാൻ പാടില്ല അതെല്ലാം ചെയ്യും. പക്ഷേ രാവിലെ എണീറ്റ് കാർ കയറി പോകാനായിട്ട് വരുമ്പോൾ എന്തൊരു മാന്യനെന്നറിയാം. മോനെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക് കൊതി തോന്നും. ഞാൻ ആദ്യമായി വർക്ക് ചെയ്ത ഊഴം എറണാകുളത്ത് ചിത്രീകരണം നടക്കുന്നു. PG വിശ്വംഭരൻ്റെ ഒരു വിവാദ വിഷയമാണോ സൈമൺ പീറ്റർ നിനക്ക് വേണ്ടിയാണോ എന്നറിയില്ല, ഏതോ ഒരു പടം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. 2 സിനിമയിലും പ്രതാപചന്ദ്രനുണ്ട്. ഏതോ ഒരു സെറ്റിൽ നിന്നും ഹോട്ടൽ എലൈറ്റിൻ്റെ മുന്നിൽ കാറിൽ വന്ന് പ്രതാപചന്ദ്രൻ ഇറങ്ങി. വന്ന കാറങ്ങ് മടങ്ങിപ്പോവുകയും ചെയ്തു.
എലൈറ്റിൻ്റെ മുന്നിൽ ഊഴത്തിൻ്റെ എക്സിക്യൂട്ടീവും PG വിശ്വംഭരനും അടക്കം എല്ലാവരും നിൽപ്പുണ്ട്. പ്രതാപേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ ഏത് കാറിൽ കയറണം എന്ന് ചോദിച്ചു. 2 സിനിമയുടെ ആൾക്കാർക്കും ഉത്തരമില്ല. കാരണം 2 പേർക്കും വേണ്ട പുള്ളിയെ. അടിച്ച് പിമ്പിരിയായിട്ടാണ് വന്നേക്കണേ. മുണ്ടൊരു വഴിയെ പോണു, പ്രതാപേന്ദ്രൻ ചേട്ടൻ വേറൊരു വഴിയെ പോണു. മൊത്തം പ്രശ്നത്തിൽ നിൽക്കുക. പറ, ഞാൻ ഏത് കാറിൽ കയറണം? 2 കൂട്ടരും പറയുന്നില്ല ഞങ്ങളുടെ കാറിൽ കയറാൻ. നീ കൊണ്ടുപോ എന്ന് വിശ്വംഭരൻ. വേണ്ട, ചേട്ടൻ കൊണ്ടുപോകുന്നു ഊഴത്തിൻ്റെ എക്സിക്യൂട്ടീവ്. കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ എന്ന് PG വിശ്വംഭരൻ ചോദിച്ച ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒടുവിൽ പ്രതാപചന്ദ്രൻ്റെ കെട്ടിറങ്ങട്ടെ എന്ന് കരുതി മുറി കിടത്താം എന്ന് തീരുമാനിച്ചു. എലൈറ്റുകാർ കള്ളം പറഞ്ഞു, അയ്യോ എല്ലാ റൂമും ഫുള്ളാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുറിയിൽ തൽക്കാലം ഉറക്കാം എന്ന് ഊഴത്തിൻ്റെ എക്സിക്യൂട്ടീവ്. അത് പാടില്ല എന്ന് റിസപ്ഷനിലുള്ളവർ. നിങ്ങൾക്ക് റൂം തന്നെങ്കിൽ നിങ്ങൾക്ക് ആ റൂമിൽ പ്രതാപേന്ദ്ര സാറിനെ കിടത്താൻ പറ്റില്ല എന്ന്. കാരണം അലുമ്പാക്കും ആ റൂമിനെ. എന്നാൽ PG വിശ്വംഭരനും സംഘവും താമസിക്കുന്ന കൽപ്പകയിലേക്ക് കൊണ്ടുപോകാം എന്നായി. അങ്ങോട്ട് വേണ്ടെന്ന് PG വിശ്വംഭരൻ. ആർക്കും വേണ്ട പ്രതാപേന്ദ്രൻ ചേട്ടനെ. ഈ നമ്മളെ ഒടുവിൽ ഉണ്ണികൃഷ്ണനും 2 അടിച്ചാൽ കൺട്രോൾ പോകുന്ന ആളാണ്. രഞ്ജിത്തിൻ്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. തല്ല് വാങ്ങുകയും ചെയ്തിരിക്കാം. കെട്ടിറങ്ങിയപ്പോൾ ഒടുവിൽ തന്നെ ചെന്ന് ക്ഷമയും പറഞ്ഞു. അതിനെ വക്രീകരിച്ച് രോഗിയായ വയസ്സായ ഒടുവിലിൻ്റെ കവിളത്തടിച്ച് തള്ളിയിട്ടതിൻ്റെ ശാപമാണ് ഇപ്പോൾ ലോക്കപ്പിലായത് എന്നൊക്കെ വച്ച് കാച്ചുന്നത് നല്ല ശീലമല്ല, നല്ല ആണുങ്ങൾക്ക് പറ്റിയ ശീലമല്ല അഷ്റഫെ. അത് പറയാൻ താങ്കളൊട്ട് യോഗ്യനുമല്ല. ആറന്നപുരാൻ 1997 റിലീസായത്. ഒടുവിലിന് അപ്പോൾ ഒരു 52-53 വയസ്സ് പ്രായം. അദ്ദേഹം രോഗിയായത് 2000-2002 കാലത്താണ്. ചുമ്മാ ഒടുവിൽ രോഗിയായിരുന്നപ്പോൾ തല്ലി എന്നൊക്കെ പച്ച നുണ പറഞ്ഞ് രസിക്കുന്നത് ക്രൂരമാണ് അഷ്റഫെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. അതുകൊണ്ട് അടിക്കുന്നതാണ്, രോഗിയായ ഒടുവിലിൻ്റെ കവളത്തടിച്ചു എന്നൊക്കെ. ഒരു അഭിമുഖത്തിൽ പോലും ഉണ്ണിയേട്ടൻ രഞ്ജിത്ത് അനാവശ്യമായി എന്നെ തല്ലിയെന്നോ രഞ്ജിത്ത് ഒരു ബോറനാണെന്നോ മാടമ്പിയാണെന്നോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പണ്ടുള്ളവർ വിളിച്ചതുപോലെ എന്തിനാണ് അഷ്റഫെ ഉണ്ണിയേട്ടനും രഞ്ജിത്തിനും മോഹൻലാലിനും സുരേഷ് കുമാറിനും ഷാജി കൈലാസിനും അടക്കം പരാതിയില്ലാത്ത ഒരു കഥയെടുത്ത് ഇപ്പോൾ അലക്കുന്നത്? അത് വളരെ ക്രൂരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുഞ്ഞു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരവാനിലെ ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തിനെ തൊടുപുഴയിൽ നിന്നും പാതിരാത്രി കൊച്ചിയിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് L ഉഷയ്ക്ക് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ശനിയാഴ്ച, നാളെ ജാമ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല, സംശയമാണ്. തിങ്കളാഴ്ച കഴിഞ്ഞ് ഇനി കിട്ടുള്ളൂ. അപ്പോൾ ഒരു 4-5 ദിവസം എന്തായാലും കിടക്കണം. അത് പോലീസുകാർ വളരെ പ്ലാൻ ചെയ്താണ് ഈ ബുധനാഴ്ച പിടിച്ചത് എന്നുള്ളതാണ് സത്യം. പ്രതി സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ജാമ്യം നൽകരുതെന്നും ആരെ പിടിച്ചാലും എഴുതുന്ന പോലീസ് വാദം കേട്ടപ്പോഴും മജിസ്ട്രേറ്റിൻ്റെ വീട്ടിന് മുന്നിൽ നിസ്സംഗനായി നിൽക്കുന്ന രഞ്ജിത്തിനെ കണ്ടപ്പോൾ സത്യമായിട്ട് എനിക്ക് കഷ്ടം തോന്നി. സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് രഞ്ജിത്ത് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ ആയതുകൊണ്ടേ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസുകാർക്കൊക്കെ ആണല്ലോ അപ്രമാദിത്വം. അതുകൊണ്ട് അവർ പൂന്തി വിളയാടും. ഒരു സോഹൻ സീനുലാലും നമ്മുടെ നിർമ്മാതാവും കൺട്രോളറും ഒക്കെ ആയ ബാദുഷയും, ഇദ്ദേഹം രഞ്ജിത്ത് ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ നിർമ്മാതാവായ മഹാസുബൈറും മാത്രമാണ് രഞ്ജിത്തിനെ തിരക്കി ചെന്നത്. അത് ഞാൻ അറിഞ്ഞു. കൂടെ നടന്ന് പ്രോത്സാഹിപ്പിക്കുന്ന എർത്തുകൾ എവിടെ പോയി രഞ്ജിത്ത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദിലീപെങ്കിലും പോയി കാണണമായിരുന്നു. കാരണം തന്നെ ഒരുപാട് നോവിച്ച ആളല്ലേ, അതുകൊണ്ട് ജയിലിൽ ചെന്ന് കാണണമായിരുന്നു. എന്തായാലും 10-30 വർഷക്കാലം AC മുറിയിൽ ഉറങ്ങിയ ഒരാൾ നിലത്ത് പായയിൽ കിടന്നുറങ്ങുന്ന രംഗം ഞാൻ പലവട്ടം ആലോചിച്ച് നോക്കി. സ്ത്രീത്വത്തെ അവമാനിക്കൽ, ലൈംഗിക അതിക്രമം, ലൈംഗിക ചുവയോടെയുള്ള സംസാരിക്കൽ, പിന്നെ സ്ത്രീയെ തടഞ്ഞു വയ്ക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്.
തടഞ്ഞു വച്ചുവെങ്കിൽ ആ കുട്ടിക്ക് പുറത്തിറങ്ങാനാവുമോ? ഷൂട്ടിങ് നിർത്തേണ്ടി വരില്ലേ? നിർത്തി വയ്ക്കേണ്ടി വരുമല്ലോ അങ്ങനെ തടഞ്ഞു വെച്ചുവെങ്കിൽ. കാരവാനിൽ നിന്നും രഞ്ജിത്ത് പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ ഷൂട്ട് നടക്കൂ. ആരോ ഈ പെൺകുട്ടിയെ കാരവാനിന് അകത്തിട്ട് പൂട്ടിയോ? എന്നാൽ കാരവാൻ ചുമതലക്കാരൻ ചുമ്മാണ്ടിരിക്കുമോ? ഷൂട്ടിംഗ് ക്രൂ ഇടപെടില്ലേ? ലൈംഗിക അതിക്രമം നടന്നെങ്കിൽ 24 മണിക്കൂറിനകം ഡോക്ടർ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യണ്ടേ? ജനുവരി 19 നടന്നു എന്ന് പറയുന്ന അതിക്രമം 60 ദിവസം കഴിഞ്ഞ് പരാതിയാക്കിയാൽ തെളിവ് ഒരു പ്രധാന കാര്യമല്ലേ? ലൈംഗിക ചുവയോടെയുള്ള സംസാരം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഫോണിലെങ്കിലും ബുദ്ധിയുള്ള പെൺകുട്ടിയാണെങ്കിൽ റെക്കോർഡ് ചെയ്യണമായിരുന്നു. ചെയ്തു കാണുമോ എന്ന് എനിക്കറിയില്ല. കാരവാനിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്ന നടിയെ അവിടെ ഉണ്ടായിരുന്നവർ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതിക്രമത്തെപ്പറ്റി അവരോട് പറഞ്ഞിരുന്നു എന്നും പറയുന്നു. രഞ്ജിത്ത് പറയുന്നത് അഭിനയിക്കാൻ അറിയാത്തതിനാലാണ് പുറത്താക്കിയത് എന്നാണ്. മുൻപൊരു ബംഗാളി നടിയുടെ വളയിൽ തടവിയപ്പോഴും രഞ്ജിത്ത് ഇതേ ഡയലോഗാണ് പറഞ്ഞത്. ഇനി അത് മാറ്റിപ്പിടിക്കണം രഞ്ജിത്തെ. ഇങ്ങനെ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പുറത്താക്കിയതുകൊണ്ടാണ് എൻ്റെ പേരിൽ പീഡന കേസ് പറയുന്നത് എന്നുള്ള സ്ഥിരം ഡയലോഗ് മാറ്റിപ്പിടിക്കുന്നതാണ് നല്ലത്. രസം എന്താണെന്ന് വെച്ചാൽ 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് ലോ ആൻഡ് ഓർഡർ. സിമ്രാനാണ് നായിക. പഴയ കേസുകളിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിട്ട് ആഴ്ചകളെ ആയുള്ളൂ. വയസ്സായി എന്ന് വെച്ചിട്ട് അണ്ണാൻ മരം കയറ്റം നിർത്തില്ലല്ലോ എന്നായിരിക്കും രഞ്ജിത്തിന് പറയാനുള്ള മറുപടി. പാതിരാത്രി ദേഹാസ്വാസ്ഥ്യം പറഞ്ഞപ്പോൾ രഞ്ജിത്തിനെ ചെക്ക് ചെയ്തു ആശുപത്രിയിൽ. ECGയിൽ നല്ല വേരിയേഷൻ ഉണ്ട്, BP കൂടിയിട്ടുമുണ്ട്. ട്രിപ്പൊക്കെ നൽകി നോർമലാക്കി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർ അസുഖ വിവരമൊക്കെ തിരക്കി റിമാൻഡ് ചെയ്യുകയാണെന്ന് രഞ്ജിത്തിനെ അറിയിച്ചു. സബ് ജയിലിൽ കൊണ്ടാക്കുകയും ചെയ്തു. ആത്മാഭിമാനം തരിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ പണിയൊക്കെ മതിയാക്കണം രഞ്ജിത്തെ. എണീറ്റ് നടക്കുന്നത് കണ്ടാൽ ഇപ്പോൾ ഒടിഞ്ഞു വീഴുമെന്ന് തോന്നും. കാണുന്നവർക്കൊക്കെ അങ്ങനെ തോന്നും, ഇയാൾ എന്ത് കോപ്പ് ചെയ്യാനെന്ന് തോന്നും. എണീറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ രഞ്ജിത്ത്. എന്നിട്ടും ഈ നാറിയ പണിക്കൊക്കെ പോകുന്നല്ലോ രഞ്ജിത്തെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെ ഞാൻ ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. നിങ്ങളുടെ ഒരുപാട് സിനിമകൾ കണ്ട് നിങ്ങളെ ബഹുമാനിച്ച സ്നേഹിച്ച ഫിഫ്ക ഉണ്ടാക്കാനുള്ള കാരണഭൂതനായ നിങ്ങളോട് അഭിമാനത്തോടെ എന്ന് ഓർക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഈ കാണിച്ചതൊക്കെ നാറിത്തനങ്ങളായിപ്പോയി. ഇനിയെങ്കിലും ഒരു പുതിയ മനുഷ്യനാവാൻ രഞ്ജിത്തിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അഷ്റഫേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോടുള്ള ശത്രുത കൊണ്ടല്ല പറഞ്ഞത്. ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല ഇത്. ദിലീപിനോടും രഞ്ജിത്തിനോടും ഒക്കെ ഒരു വീഴ്ച വരുമ്പോൾ നിങ്ങൾ നാളെ അകത്താവില്ല എന്ന് എങ്ങനെ അറിയാം? ഫസ്റ്റ് പാർട്ടിയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അഷ്റഫിന് അറിയാം ഞാൻ എന്തുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. മോശമായിപ്പോയി അഷ്റഫെ നിങ്ങൾ കാണിച്ചത്. രഞ്ജിത്തിനോടല്ല, ഒരാളിനോട്, ഒരു ശത്രുവിനോട് പോലും അങ്ങനെ ചെയ്യരുത്. അത് വളരെ മോശമാണ്. വീണ് കിടക്കുന്നവൻ്റെ പുറത്ത് കയറി ജയൻ നസീർ സാറിനോടോ നസീർ സാർ ജയനോടോ പറയുന്നൊരു ഡയലോഗുണ്ട്, വീണ് കിടക്കുന്നവനെ തല്ലരുതെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ആ നയം ഇനിയെങ്കിലും അഷ്റഫ് പാലിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിന് കിട്ടിയ ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അയാൾ ഒരു പുതിയ മനുഷ്യനാക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.